കൂലിയുണ്ടോ അതേ പ്രകാരം ധിക്കാരികൾക്ക് ലഅനത്തുല്ലാഹി അലൈഹി ജനോട് കൂലിയുള്ള സംഗതി തന്നെയാണ് ഒരേ സ്റ്റേജിൽ കാണുന്നത് ഞങ്ങൾ. അത് വ്യത്യാസമില്ല. വാസ്തവത്തിൽ നല്ല കാര്യങ്ങൾ ഏത് സമയത്ത് പറയണോ അതേ പ്രകാരം മനുഷ്യന്മാരെ വേണ്ടാത്തരത്തിൽ നിന്ന് തിരിക്കാനും വേണ്ടി പറയേണ്ടത് ഇബാദത്താണ്, നല്ല കാര്യമാണെന്ന് പറയുന്നതിന്. ഇതുകൊണ്ടെല്ലാം ഈ സന്ദർഭങ്ങളിലെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ വാസ്തവത്തിൽ ഇപ്പോ വല്ലാത്ത ഒരുപാട് എന്തല്ല എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത മഹത്തായ ഉള്ളാളെ ജമാഅത്തിൽ കണ്ടില്ലേ ജുമാ നടന്നു. എത്ര വലിയ സ്ഥലം. ഈ ഭാഗം ആളുകൾ ഒരുപാട് സത്യം മനസ്സിലാക്കിയ ആളുകൾ. ഇനിയിപ്പോ സത്യം മനസ്സിലാക്കിയ ആളുകളോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും അങ്ങനെ സാള് പിടിച്ചിട്ട് വരും. ബുദ്ധിയുള്ള സക്കാപ്പികളൊക്കെ വന്നിന്. ഇനി ആരെങ്കിലും കുറച്ച് അല്പബുദ്ധിയുള്ള ആളുകളുണ്ടാവും, ബുലൂഗായിട്ടുണ്ടാവും. സക്കര് ബുലൂഗായിട്ട് കാര്യമില്ല, അക്കല് ബുലൂഗാവണം. അക്കല് ബുലൂഗാവാണ്ട് സക്കര് ബുലൂഗായി എന്ന് മറിച്ച് പ്രായമായിനല്ലേ ആരെങ്കിലും പ്രായമായതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. പിന്നെ ആരെങ്കിലും ചെറിയ കുട്ടികള് മർക്കസിന്റെ കുട്ടികൾ തക്ബീർ ചെല്ലുന്നത് അതുകൊണ്ടും പ്രശ്നമല്ല. തക്ബീർ എല്ലാത്തിനും ചെല്ലുന്നു. അയാൾ ഞാൻ പേച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് തക്ബീർ. എന്തോ ഒരവസ്ഥയും. തക്ബീർ ചെല്ലുന്നത് എന്തിനെന്ന് അറിഞ്ഞിട്ടല്ലേ തക്ബീർ ചെല്ലേണ്ട? നല്ല കാര്യം പറഞ്ഞല്ലേ. ഞാൻ എന്ത് ചെയ്ത് അത് വളരെ മോശമായ കാര്യമാണ് ഞാനിപ്പോ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനും തക്ബീർ തന്നെ അവർ വിചാരിക്കുന്നത്. കാരണം മൂപ്പർ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഈ കിടാക്ക ഹുജറത്തു ഷരീഫ് എന്ന് പറയുമ്പോ ഇവർ എന്തോ സാധനം റൂം എന്ന് പറഞ്ഞാൽ അത്രേ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിലുള്ള മഹത്തായ ഹുജറത്തു ഷരീഫിന്റെ ഗുബാറാണ്. ഗുബാർ എന്ന് പറഞ്ഞാൽ പൊടിയെന്നാണ്, വേറൊന്നുമില്ല. ഇനി അർത്ഥം എന്താടാ ഈ മനുഷ്യന്മാരെ കുരങ്ങാക്കുന്നതിന് ഒരു പരിധിയില്ലേന്ന്. മനുഷ്യന് എന്താണ് ഈ കാലത്തും മനുഷ്യന് ബുദ്ധിയില്ലാണ്ടായിപ്പോയോ ഇങ്ങനെല്ലാം ആക്കാൻ വേണ്ടിട്ട്? വാസ്തവത്തിൽ ആലോചിച്ചു നോക്കി നിങ്ങൾ. എന്നിട്ട് ഞാൻ ഈ പറയുന്നത് എന്തെന്നറിയോ? എന്ത് ചെയ്താലും അതിനെ ഒരു വിഭാഗം നിഷേധിക്കുക. അതിന് അങ്ങനല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ കഫറ എന്ന് പറഞ്ഞു വിടുന്ന പോ കാഫർ സുലാഭ പോ. കഫറൊക്കെ പണിയായില്ല. ഇപ്പൊ ജിഷാൻ കാഫറ. അത്ര നല്ലൊരു മനുഷ്യനാണ് അവൻ. വാസ്തവത്തിൽ പറഞ്ഞിട്ട് ആ മുടി കൊടുക്കുന്ന ആ ചങ്ങായിനെ പറ്റി ഫാസിക്കുന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഇത് അങ്ങനല്ല. ആരല്ല എതിർത്ത് അവരെല്ലാം ഇതാണ്. പക്ഷെ നമ്മളെ പറ്റി ഒന്നും അങ്ങനെ പറയും. ഓർത്തോളം എന്ന് പറഞ്ഞു നോക്കിയാല് ഒരു മഹല് 420 പേരെയുള്ള പുതിയ പള്ളി എന്ന്